ഗവൺമെന്റ് ആശുപത്രിയിൽ അഭയം തേടിയാൽ അവിടെ നിന്ന് ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് സംശയത്തിലേക്ക് നിൽക്കുന്ന തരത്തിലേക്ക് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരം. നമ്മൾ ചെയ്യുന്ന വാർത്തകളുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് വളരെ അപൂർവമായിട്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പം ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ വലിയകുന്ന് ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാരെയോ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെയോ ഡോക്ടർമാരെയോ കുറ്റം പറയുന്നില്ല. കാരണം അവർ 48 മണിക്കൂറൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അവർ കഴിവിൻ്റെ പരമാവധി വരുന്നുണ്ട്. എനിക്കവരെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ പ്ലേസ്മെൻ്റ് ഇല്ല. അവിടെ ഒരു നേത്രരോഗവിഭാഗം ആരംഭിച്ചു. അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. 2-3 ഓപ്പറേഷൻ നടത്തി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അയാളെ സ്ഥലം മാറ്റി. അത് നടക്കുന്നില്ല. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ മാത്രം അവരുടെ മാത്രം കുറവാണ്. അവർ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. കാരണം പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ, കാരണം ഡോക്ടേഴ്സിന് വേണ്ടേ, നമുക്കൊരു ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. ഡോക്ടർ നഴ്സ് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അലംഭാവം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. എന്തൊക്കെയാണ് ഇത് പറയുന്നത്? ഈ പറയുന്ന മുഖ്യമന്ത്രി ഇപ്പം അമേരിക്കയിൽ പോയിരിക്കും. നമ്മുടെ നാട്ടുകാർക്ക് ചികിത്സയൊന്നും വേണ്ടേ? അതാണ് നമ്മുടെ ചോദ്യം. ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം നോർത്ത് ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഹോസ്പിറ്റൽ വാദത്തിലുള്ള ധർണ പിണറായി വിജയന്റെ 1 നമ്പർ കേരളത്തിൽ ഹോസ്പിറ്റലിൽ പോകുന്ന, സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ഒരു പാവപ്പെട്ട രോഗി ഉയരോടെ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റാത്ത കാലം കേരളത്തിലുടനീളം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് ആറ്റിങ്ങൽ മേഖലയിൽ നടക്കുന്ന ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ അവർകളാണ്. വലിയകുന്ന് ആശുപത്രിക്ക് വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഇത് ദേശീയപാതയോട് ഏറ്റവും അടുത്തൊരു ആശുപത്രിയാണ്. രാത്രികാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികൾ വരുന്ന ആശുപത്രിയാണ്. ഈ ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനം നടക്കുമ്പോൾ ഏറ്റവും വലിയ വാഗ്ദാനം അത്യാഹിത വിഭാഗം എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടുകൂടി ഇവിടെ സജ്ജമാക്കൂ എന്നുള്ളതാണ്. ഈ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരും ജനങ്ങളും രാത്രി 7 മണിക്ക് ശേഷം ഈ ആശുപത്രിയിൽ വന്ന് നോക്കണം. ഒരൊറ്റ ഡോക്ടറാണ്, രാത്രി ഒരൊറ്റ ഡോക്ടറാണ് ഈ ആശുപത്രിയിലെ വാർഡ് നോക്കാനും, ഈ ആശുപത്രിയിലെ അത്യാഹിതം നോക്കാനും, ഈ ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇതിനകത്തെ ടോയ്ലറ്റ് ഒന്ന് കയറി പോകാൻ ഇവിടുത്തെ MLA ചെയ്യുന്നുണ്ട്. അതായത് ഈ ആശുപത്രിയിലെ ടോയ്ലറ്റിന് ഇവിടുത്തെ MLA ഒന്ന് കയറി പോകുമെന്ന് ഞങ്ങൾ സമ്മതിക്കാം. അത്രയും വൃത്തിഹീനമാണ്. എത്ര കോടി രൂപയാണ് അനുവദിച്ചത്? 3 വർഷം മുമ്പല്ലേ 3.5 കോടി രൂപ ഇവിടെ ചെലവാക്കി ഇതെല്ലാം നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട സുധീർ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സദൃത്വം കൂടിയാണ്. നമ്മൾ മുമ്പ് വാർത്ത ചെയ്തിട്ടുണ്ട്. നമ്മളെ വാർത്ത ചെയ്തതിന് ശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം എനിക്ക് ഒരു കാരണവശാലും ഇവിടെയുള്ള ഡോക്ടേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും കുറ്റം പറയില്ല. കാരണം അവർ മാക്സിമം പണിയെടുക്കുന്നുണ്ട്. പ്ലേസ്മെൻ്റ് ഇല്ല. ഇവിടെ നേത്രവിഭാഗം സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഡോക്ടർ വന്നു, 3-4 ഓപ്പറേഷൻ നടത്തി. അദ്ദേഹത്തിനെ പിന്നെ തിരിച്ചു വിളിച്ചു. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം വലിയകുന്ന് ആശുപത്രിയെ, ഈ താലൂക്ക് ആശുപത്രിയെ ഈ വിശാലമായിട്ടുള്ള സ്ഥലവും ഇവിടുത്തെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഇതിന് ഡോക്ടർമാരെ കുറ്റം പറയാൻ സാധിക്കില്ല, പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് നിയമനം നടക്കാത്തത്? ഡോക്ടർമാരില്ലാത്തത് കൊണ്ടല്ല. എല്ലാ റാങ്ക് ലിസ്റ്റിലും യോഗ്യതയുള്ള ഡോക്ടർമാർ ജോലി കിട്ടുന്നത് കാത്തു നിൽക്കുകയാണ്. പക്ഷേ അവരെ നിയമിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. സ്റ്റാഫ് നഴ്സുമാരുടെ പട്ടിക പലപ്പോഴും കാലാവധി കഴിഞ്ഞ് പോകാറാണ് പതിവ്. നിയമനങ്ങളില്ല. അപ്പോൾ ആ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ റാങ്ക് പട്ടികയിൽ നിലവിലുണ്ട്. അവർക്ക് നിയമനം കൊടുക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് അടിയന്തരമായി സ്വീകരിക്കണം. ഇതൊക്കെ തന്നെ സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളാണ്. സർക്കാർ അങ്ങനെ നീക്കം അല്ല, തീർച്ചയായിട്ടും ഇവിടുത്തെ MLA, ഇവിടുത്തെ ഈ ആശുപത്രി തന്നെ എടുക്കാം. ഇവിടുത്തെ MLA ഇവിടെ എന്തിടപെടലാണ്? ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇവിടെ എന്തിടപെടലാണ്? ഇത് താലൂക്ക് ആശുപത്രിയാണ്. ഈ താലൂക്ക് ആശുപത്രിയിലെ നവീകരണത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്? സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ 1,19 ലക്ഷം അഴിമതി ഇവിടെ ഉണ്ട്, അറിയാലോ. കാരണം ഇത്രയും 3.5 കോടി രൂപ ചെലവിന് വെച്ചിട്ടുള്ള ആശുപത്രി എന്നാണ് പറയുന്നത്. ഇത് എന്ത് ചെയ്തു? എവിടെ ചെലവാക്കി? ഇവിടെ ക്ലോസറ്റിൽ പോകാൻ സാധിക്കില്ല, ടോയ്ലറ്റിൽ പോകാൻ സാധിക്കില്ല. ഇവിടെ രാത്രി വന്നാൽ ഒരു ഡോക്ടറില്ല, ആകപ്പാട് ഒറ്റയാളാണ് ഉള്ളത്. ഒരു സൗകര്യമില്ല. ഇതൊരു ആശുപത്രി എങ്ങനെ വിളിക്കും ഇതിനെ?
ഒരു ആശുപത്രിയിൽ നിന്ന് വിളിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മാറണം. അതിന് അടിയന്തരമായി ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരെ വെക്കണം, നഴ്സുമാരെ വെക്കണം, ഇവിടെ പരിശോധനാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. ജില്ലാ നിലവാരത്തിൽ ഇതിനെ ഉയർത്തണം. ഇതിന് ഞാൻ ഒരു കാര്യം പറയാം. ഈ 1,19,00,000 അഴിമതി നടത്തിയപ്പോൾ നമ്മൾ നിലവിളിച്ചു വിടാം. കാരണം ഈ കാശ് എങ്ങോട്ട് പോയി 2 AC വാങ്ങിച്ചു വെച്ചു, ഒരു ചെറിയൊരു കെട്ടം അങ്ങോട്ട് പണിത് പറയണം 1,19,00,000 നഗരസഭ ചിലവാക്കിയിട്ട് ആരോ കൊണ്ടുപോയി. അങ്ങനെ 100 കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു. നടന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം ശക്തമായിട്ടുള്ള അന്വേഷണം നടത്താനായിട്ട് ശരിക്ക് സുധീർ, ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, ഒരു 4 കാലിലൊരു ക്യാൻറ്റീൻ, വൃത്തിഹീനമായ സ്ഥലം. ഞങ്ങൾ വാർത്തയിൽ തുടർന്നത് മാറ്റിയിട്ട് അടുത്ത ക്യാൻറ്റീൻ പണിത് ഇപ്പോൾ പുറത്താണ്. 150 കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ദൈനംദിനം അവിടെയാണ് ഏറ്റവും വലിയ സർക്കാരും എല്ലാം കൂടി വലിയ ആശുപത്രി 1954 തുടങ്ങി 54 വർഷത്തെ പാരമ്പര്യമുണ്ട്. 70 വർഷമായി ഇവിടെ അടിസ്ഥാന സൗകര്യം ഇല്ല എന്ന് പറയുമ്പോൾ ഇതുവരെ ഭരിച്ച ആളുകളുടെ ഏറ്റവും വലിയ പോരായ്മയാണ്. സാധാരണക്കാരെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. മെഡിക്കൽ കോളേജിൽ നൂലും മാറ്റിട്ട് പോകുന്ന അവസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ അടിയന്തര ഓപ്പറേഷന് പോലും നൂല് വേണം, ഉപകരണങ്ങൾ നമ്മൾ കൊണ്ട് കൊടുക്കണം. ഇതുപോലെ കുത്തഴിഞ്ഞൊരു സാഹചര്യം മുമ്പുണ്ടായിട്ടില്ല. ഇതുപോലെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ മറ്റാർക്കോ വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള ഭരണമല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ UDF തയ്യാറല്ല. UDF എവിടെയാണ് സമരം ചെയ്യണത്? UDF എവിടെയാണ് ഇതിനെ ചോദ്യം ചെയ്യണത്? UDF ഇതിന് പങ്കുവെക്കുന്ന ആളുകളാണ്. കാരണം അവർ ഭരിച്ചപ്പോഴും ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 54 വർഷത്തെ 70 വർഷത്തെ പാരമ്പര്യമുള്ള ആശുപത്രിയാണിത്. അവരും ഇതൊക്കെ തന്നെ ഇവിടെ ചെയ്തത്. അതുകൊണ്ട് ഇതിന് സമ്പൂർണ്ണ മാറ്റം വേണം. ഞങ്ങൾ സമരമുഖത്താണ്. വലിയകുന്ന് ആശുപത്രിയെ ജില്ലാ നിലവാരത്തിൽ ഉയർത്തണം. പലപ്പോഴും ഈ സമരങ്ങളൊക്കെ തുടങ്ങി അവസാനിക്കുക ഫോളോപ്പ് ഉണ്ടാവോ? തീർച്ചയായിട്ടും ഉറപ്പാണല്ലോ. ഇവിടെ ഉണ്ട്. ഇതിന് സുധീര് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. കാരണം ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയെ പറ്റി 100-150 വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ നിലവിളികളൊക്കെ വനരോധനങ്ങളായി മാറുകയാണ് പതിവ്. എങ്കിൽ പോലും വീണ്ടും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോഴെങ്കിലും ഒരു അനക്കം ഉണ്ടായി. നമ്മളിപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ അവസ്ഥയെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഇന്ന് രാവിലെ കോൺഗ്രസ്സുകാർ, പിന്നെ BJPക്കാർ, നാളെ അടുത്ത പാർട്ടിക്കാർ വരുന്നുണ്ട്. ഏതായാലും ഒരു അനക്കം ഉണ്ടായിട്ടുണ്ട്. അത് മുന്നോട്ട് പോകട്ടെ, ജനങ്ങൾക്ക് നന്മ വരട്ടെ. ഇസ്മായിൽ ക്യാമറ അനീഷിനൊപ്പം സൈത്തുമാരുടെ സൈനികൻ.